സത്യത്തിൽ ടീം ഇന്ത്യയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ന്യൂസിലാൻഡിനെതിരായ മൂന്നാം T20യിൽ കണ്ടത്. ന്യൂസിലാൻഡ് ഉയർത്തിയ 154 റൺസ് വിജയലക്ഷ്യം വെറും 10 ഓവറിലാണ് ഇന്ന് ടീം ഇന്ത്യ മറികടന്നത്. അഭിഷേക് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും ഹാഫ് സെഞ്ചുറികളുടെ കരുത്തിലാണ് 60 പന്തുകൾ ശേഷിക്കെ ടീം ഇന്ത്യ ഈ ഒരു വിജയലക്ഷ്യം അടിച്ചെടുത്തത്. ഓപ്പണിംഗിൽ മലയാളി താരം സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയെങ്കിലും അഭിഷേക് ശർമ്മയും ഇഷൻ കിഷനും കൂടി ടീം ഇന്ത്യക്ക് വേണ്ടി തകർപ്പൻ തുടക്കം തന്നെയാണ് സമ്മാനിച്ചത്. ഇഷൻ പുറത്തായതിനു ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കൂടി എത്തിയതോടെ ഇന്ത്യയുടെ വിജയലക്ഷ്യം അനായാസമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. വെറും 20 പന്തിൽ നിന്ന് 7 ഫോറും 5 സിക്സറുകളും സഹിതം 68 റൺസ് അഭിഷേക് ശർമ്മ അടിച്ചുകൂട്ടിയപ്പോൾ 26 പന്തിൽ നിന്ന് 6 ഫോറും 3 സിക്സറുകളും സഹിതം 57 റൺസായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ സംഭാവന. ജയത്തോടുകൂടി 5 മത്സര T20 പരമ്പരയും ടീം ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു. എന്നാൽ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജു സാംസൺ വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ പരമ്പരയിലെ മോശം ഫോം അദ്ദേഹം ഇന്ന് മൂന്നാം മത്സരത്തിലും തുടരുകയായിരുന്നു. പരമ്പര വിജയെ തീരുമാനിക്കുന്ന മൂന്നാം മത്സരത്തിൽ ഗോൾഡൻ ഡക്കായാണ് സഞ്ജു മടങ്ങിയത്. മാറ്റ് ഹെൻറി എറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സഞ്ജുവിന്റെ സ്റ്റംപ് തെറിക്കുകയായിരുന്നു. വലിയ സമ്മർദ്ദത്തോടെയാണ് സഞ്ജു ബാറ്റ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലാണ് വിക്കറ്റ് നഷ്ടമായത്. 6, 10, 0 എന്നിങ്ങനെയാണ് പരമ്പരയിലെ സഞ്ജുവിന്റെ സ്കോറുകൾ. സഞ്ജുവിന്റെ ഷോട്ട് തിരഞ്ഞെടുപ്പ് തന്നെയാണ് തിരിച്ചടിയായതെന്ന് പറയാം. മാറ്റ് ഹെൻറിയുടെ ആദ്യ പന്ത് തന്നെ ബാക്ക് ഫൂട്ടിൽ കളിക്കാനായാണ് സഞ്ജു ശ്രമിച്ചത്. ലെഗ് സ്റ്റംപ് സൈഡിലേക്ക് മാറി ആദ്യ പന്ത് തന്നെ വലിയ ഷോട്ടിനുള്ള ഒരുക്കത്തിലായിരുന്നു സഞ്ജു. എന്നാൽ സ്റ്റംപിനെ ആക്രമിച്ച ഹെൻറിക്ക് കൃത്യമായും സഞ്ജുവിന്റെ മിഡിൽ സ്റ്റംപും ഓഫ് സ്റ്റംപും തുറന്നു നിൽക്കുന്ന നിലയിലാണ് സഞ്ജു ബാറ്റിംഗിന് നിന്നത്. ഇത് കൃത്യമായി ബൗളർ മുതലാക്കുകയും ചെയ്യുകയായിരുന്നു. സഞ്ജുവിന്റെ ഗംഭീര തിരിച്ചുവരവ് ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആരാധകർക്കാണ് ഇപ്പോൾ നിരാശ ഉണ്ടായിരിക്കുന്നത്. T20 ലോകകപ്പ് വരാനിരിക്കെ സഞ്ജുവിന്റെ സീറ്റ് ഇപ്പോൾ വലിയ ചോദ്യമുയർത്തുകയാണ്. ഇനി പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരത്തിലും സഞ്ജുവിനെ കളിപ്പിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ആ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സഞ്ജു സാംസനെ സംബന്ധിച്ച് ഏറ്റവും തിരിച്ചടി നൽകുന്ന മറ്റൊരു കാര്യമായി വന്നിരിക്കുന്നത്. പരിക്ക് മൂലം ആദ്യ 3 മത്സരങ്ങളിൽ നിന്നും പുറത്തായ തിലക് വർമ്മ ഇന്ത്യക്ക് വേണ്ടി 4ാം മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്നുള്ള ഒരു കൺഫർമേഷനാണ് ഇന്ന് 3ാം T20 മത്സരത്തിനിടെ പുറത്തു വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇഷൻ കിഷനോ സഞ്ജു സാംസണോ ഒരാളെ മാത്രം ടീം ഇന്ത്യക്ക് തിരഞ്ഞെടുക്കേണ്ട സാഹചര്യവും മുന്നിൽ വന്നിരിക്കുകയാണ്. മിന്നു ഫോമിൽ കളിക്കുന്ന ഇഷൻ കിഷനെ അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യ തഴയത്തില്ല. വീണ്ടും സഞ്ജു സാംസൺ അവസരങ്ങളുടെ വാതിലുകൾക്കിപ്പുറം വീണ്ടും ടീമിന്റെ ബെഞ്ചിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും 4ാം T20യിൽ കാണാനായി സാധിക്കുക. ഇതിനോടകം തന്നെ സഞ്ജുവിന്റെ സ്ഥിരത ചർച്ചാ വിഷയമായിരുന്നു. അവസരങ്ങൾ ലഭിക്കാതിരുന്ന സഞ്ജുവിന് ഗൗതം ഗംഭീർ പരിശീലകനായതിനു ശേഷം തുടർ അവസരങ്ങൾ നിരവധി ലഭിച്ചിരുന്നു. എന്നാൽ ഇതിനോട് നീതി കാട്ടാൻ മലയാളി താരത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായി മാറിയിട്ടുണ്ട്. വൈസ് ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാണ് സഞ്ജു സാംസനെ ഓപ്പണിംഗ് റോളിലേക്ക് തിരിച്ചെത്തിച്ചത്. എന്നിട്ടും സഞ്ജുവിന് അവസരം മുതലാക്കാനായില്ല. കിവീസ് പരമ്പരയിലെ അവസാന മത്സരം കേരളത്തിൽ കാര്യവട്ടം സ്റ്റേഡിയത്തിലാണ് നടക്കാനായിരിക്കുന്നത്. സഞ്ജു ഇന്ത്യൻ ജേഴ്സിയിൽ ഇറങ്ങുന്നത് കാണാനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഒരുപക്ഷെ നിരാശ നൽകുന്ന വാർത്തയായി സഞ്ജു പ്ലേയിങ് ലെവലിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ചിലപ്പോൾ കേൾക്കേണ്ടതായി തന്നെ വന്നേക്കാം.